80കളിലും 90കളിലും ഷുഗർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസക്കാരാണ് എന്നുള്ളത് തെളിവായിരുന്നു. ഷുഗറാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താണ് പണമുള്ള ആളുകൾക്കാണ് ഷുഗറൊക്കെ ഉണ്ടാവും. പണിയൊന്നും എടുക്കാതിരിക്കുന്ന BP ഷുഗറൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നല്ല പൈസക്കാർ, ഒരു പണിയൊന്നും ശാരീരിക അധ്വാനം ഇല്ലാത്ത നല്ല പൈസക്കാരായ ആൾക്കാർ ഉണ്ടാവുന്നതാണ്. ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും ഷുഗർ ഉണ്ടാവുന്നു. അപ്പോൾ ഇന്നത്തെ ജീവിതശൈലി മാറിയപ്പോൾ ശരീരം അനങ്ങുന്നില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ കുട്ടികൾ ഇന്ന് കളിക്കുന്നില്ല, സ്കൂളിൽ വിട്ട് നിന്ന് കളിക്കാൻ പോകില്ല, അവർ നേരെ മൊബൈൽ എടുത്ത് ഗെയിം കളിക്കുകയാണ്, അവരുടെ ശരീരം അനങ്ങുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതുപോലെ ഷുഗർ സ്പൈക്ക് ഉണ്ടാകും. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പറയുന്ന ജങ്ക് ഫുഡ്സ്, അതുപോലെ ചോക്ലേറ്റുകൾ, സ്വീറ്റ്സ്, ഇതെല്ലാം ധാരാളമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്, സ്കൂൾ കുട്ടികൾക്ക് പോലും. ആ സമയത്താണ് ഈ മഹാരാഷ്ട്ര സർക്കാർ ഈ സ്കൂളുകളിൽ ഷുഗർ ബോർഡ് വേണം എന്ന് പറയുന്നത്. അതൊരു നല്ല തീരുമാനമാണ്. അത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളവും തമിഴ്നാടൊക്കെ ധാരാളമായി അരിയാഹാരം കഴിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ കൂടുതൽ അരിയാഹാരം കഴിക്കുമ്പോൾ ഡയബറ്റീസിനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സ്പൂൺ പഞ്ചസാര എന്ന് പറഞ്ഞാൽ 12.5 ഗ്രാമാണ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. അതിലെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ = 4 സ്പൂൺ ചോറ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം 4 സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ സ്പൂണാണ് പറയുന്നത്. നമ്മളൊരു ദിവസം എത്ര ടേബിൾ സ്പൂൺ ചോറ് കഴിക്കുന്നുണ്ട്? അപ്പോൾ എത്ര ഷുഗറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കാർബ്സിൻ്റെ അതിപ്രസരം നമുക്കുണ്ടാക്കുന്ന അസുഖങ്ങൾ, ആ അസുഖങ്ങൾക്ക് വേണ്ടി ചികിത്സിക്കാൻ സർക്കാരിന് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരികയാണ്. അതൊരു ഹെൽത്ത് ബർഡനായിട്ട് സ്റ്റേറ്റിന് മുമ്പിൽ വരികയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടേണ്ട ഒരു പ്രധാന പ്രശ്നമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇടപെടേണ്ട ഒരു പ്രശ്നമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് തടയാൻ ആവശ്യമായ ബോധവൽക്കരണം.